നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്. ഒരുപാട് പേര് സെയിൽസിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നത് തന്നെ റിജക്ഷനെ പേടിച്ചിട്ടാണ്. റിജക്റ്റ് ആകുമോ എന്ന പേടി. ഈ ഭയം ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ഇനി സെയിൽസിലേക്ക് വന്നവരായിക്കോട്ടെ, കസ്റ്റമർ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? പലപ്പോഴും വില പറയുമ്പോഴാണ്, പ്രൈസ് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കസ്റ്റമർ നോ പറയുന്നത്, റിജക്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു സെയിൽസ് പേഴ്സൺ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇൻറ്റേർണൽ പ്രഷറും കൂടിയാണ് ഈ റിജക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്യാം? ഈ റിജക്ഷൻ എന്ന് പറയുന്ന ഫിയർ ഫാക്ടർ ഇല്ലാതെയാക്കാൻ എന്തൊക്കെ ചെയ്യണം? ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് നാണക്കേട് വേണ്ട. നാണക്കേടുള്ളവരും ഈഗോ ഉള്ളവരും സെയിൽസിലേക്ക് ദയവ് ചെയ്ത് ഇറങ്ങാതെ ഇരിക്കുക. കാരണം ഏതൊക്കെ കസ്റ്റമറുടെ അടുത്ത് പോയാലും എത്ര റിജക്ഷൻ കിട്ടിയാലും അത് നമ്മളെ അല്ല അവർ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം സെയിൽസ് ഇറ്റ് സെൽഫ് ഈസ് എ റിജക്ഷൻ ബിസിനസ്. എങ്ങനെ? സെയിൽസ് എന്ന് പറയുന്നത് തന്നെ ഒരു റിജക്ഷൻ ബിസിനസ്സാണ്. ഇതാദ്യം നമ്മൾ അംഗീകരിക്കുക, മനസ്സുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് റിജക്ഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് റിജക്ഷൻ? നോ. വാട്ട് ഈസ് നോ? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് നോ? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതല്ലെങ്കിൽ അടുത്തയാൾ. അത്രേ ഉള്ളൂ. ദാറ്റ്സ് റിജക്ഷൻ. നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സെയിൽസ് പഠിച്ചിട്ടുണ്ടോ? ഈ സെയിൽസിലേക്ക് ഇറങ്ങുന്നവർ തന്നെ താൽക്കാലികമായിട്ടൊരു ഇടത്താവളം പോലെയാണ് ഒരു സെയിൽസ് ജോബിനെ കാണുന്നത്. മറ്റൊരു ജോലി കിട്ടുന്നിടം വരെ തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കയറുന്നവരാണ് മിക്കവരും സെയിൽസിലേക്ക് എത്തുന്നത്. പിന്നെ അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഇതിൽ സ്റ്റക്കായി പോകും. അങ്ങനെയാണ് ഈ സെയിൽസിൻ്റെ അകത്ത് നിൽക്കുന്ന ഒട്ടുമിക്ക പ്രൊഫഷണൽസ് എന്ന് പറയുന്ന സെയിൽസ് പേഴ്സൺസും നിൽക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. സെയിൽസ് പഠിക്കണം. അപ്പം നമുക്കിത് മനസ്സിലാവും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഈസ് എ റിജക്ഷൻ ബിസിനസ് എന്ന് മനസ്സിലാവും. അവിടെ അവർ റിജക്റ്റ് ചെയ്തത് 3 P ആണ്. ഏതൊക്കെ? 1 പ്രൊഡക്റ്റ്, 2 പ്രൈസ്, 3 പ്രസൻറ്റേഷൻ. എന്തൊക്കെ? പ്രൊഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്രസൻറ്റേഷൻ. അപ്പോൾ അവിടെ നമ്മളെയല്ല അവിടെ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ബ്ലെയിം ചെയ്യുന്ന എന്തിനെയാണ്? പ്രൈസ് കൂടുതലായിപ്പോയി അതുകൊണ്ട് റിജക്റ്റായി അല്ലേ? അല്ലെങ്കിൽ എന്താ? പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് റിജക്റ്റായി പോയി. ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? പ്രസൻറ്റേഷൻ്റെ പ്രശ്നം കൊണ്ട് പോയി എന്ന് നമ്മൾ ആരോടും പറയില്ല. പറയാറുണ്ടോ? സോ പ്രസൻറ്റേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പ്രസൻറ്റേഷനാണ് കൊടുക്കുന്നതെങ്കിൽ, ഇനി ആ പ്രൊഡക്റ്റിൽ ഒരല്പം പോരായ്മ ഉണ്ടെങ്കിൽ പോലും, നല്ല പ്രൈസ്ഡ് ആണെങ്കിൽ പോലും, നമുക്ക് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്തെന്ന് കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു സെയിൽസ് പേഴ്സണ് സാധിച്ചാൽ, ആ പ്രസൻറ്റേഷനിൽ കൂടി സാധിച്ചാൽ, ഏത് പ്രൊഡക്റ്റും ആരെ കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും റിജക്ഷൻ വരുന്നത് റോങ് പേഴ്സണ് സെല്ല് ചെയ്യുമ്പോഴാണ്. കറക്റ്റായിട്ടുള്ള പ്രോസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ സെല്ല് ചെയ്യുമ്പോഴാണ്. ഇവിടെ നമുക്ക് റിജക്ഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഏതൊക്കെ ടൈപ്പ് കസ്റ്റമേഴ്സാണ് ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രധാനമായും 4 ടൈപ്പ് കസ്റ്റമേഴ്സാണ് ഉള്ളത്. എത്ര? 4 ടൈപ്പ്. ഏതൊക്കെയാണ്? 1 ചീപ്പ് കസ്റ്റമർ. ചീപ്പ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ അവർക്ക് വേണ്ടത് എന്താണ്? ക്വാളിറ്റി അല്ല, പ്രൈസ് കുറഞ്ഞ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിൽ 1 രൂപ കുറച്ച് അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടേക്ക് പോകും. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമർ ചീപ്പ് കസ്റ്റമർ. സെക്കൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമർ. ഇവർ ചീപ്പ് കസ്റ്റമർ അത്രയും തന്നെ അങ്ങ് ഒരുപാട് പ്രൈസ് കോൺഷ്യസ് അല്ല, എന്നാലും ഇവർ ഡിഫിക്കൽട്ട് കസ്റ്റമറാണ്. ഒരു കാര്യവുമില്ലാതെ എന്ത് ചെയ്യും? നമ്മളുടെ ജീവിതത്തിൽ തന്നെ, നമ്മളുടെ ബിസിനസ്സിൽ തന്നെ നിത്യേന പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് കസ്റ്റമർ. തേർഡ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. എന്താണ്? എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ. പിന്നെന്താണ്? നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച്, നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ചിട്ട് അറിവ്, അതിൽ എത്രത്തോളം അറിവുണ്ട് അവർക്കെന്നുള്ളതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. സോ തേർഡ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഈസ് എഡ്യൂക്കേറ്റഡ്. ഫോർത്ത് ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് ഇമോഷണൽ കസ്റ്റമർ.
നമ്മളോടോ നമ്മളുടെ ഇൻഡസ്ട്രിയോടോ നമ്മുടെ പ്രൊഡക്റ്റിനോടോ നമ്മുടെ കമ്പനിയോടോ ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് മേഴ്സഡസ് ബെൻസ്, എല്ലാവർക്കും തന്നെ അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അല്ലേ? അതാണ്. അപ്പോൾ എന്തൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്? ചീപ്പ്, ഡിഫിക്കൽട്ട്, എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമർ. എന്തിനാണ് റിജക്ഷൻ്റെ ടോപ്പിക്കിൽ ടൈപ്പ് ഓഫ് കസ്റ്റമറെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? ഏതൊരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഈ പറഞ്ഞ ചീപ്പ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കസ്റ്റമറെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു, അവർക്കെല്ലാവർക്കും തന്നെ ധാരാളം റിജക്ഷൻസ് കേൾക്കേണ്ടി വരും. അവിടെയാണ് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് വരുന്നത്. വൈ? ദേ ആർ സിംപ്ലി ഡിഫിക്കൽട്ട്. അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കുന്നത്? ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്കും നമ്മുടെ ബിസിനസ്സിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ട, ജസ്റ്റ് ലീവ് ദം. അവരെ വേണ്ട എന്ന് വെക്കുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം, ചങ്കൂറ്റം കാണിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വേണ്ട. എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ കസ്റ്റമറാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത് അല്ല, നമുക്ക് കസ്റ്റമറെ സെലക്ട് ചെയ്യാം. നമുക്ക് ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമർ വേണ്ട. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം മതി. ഒന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ കസ്റ്റമേഴ്സിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യും. യു ക്യാൻ സീ ദ മാജിക്. ഒരു റിജക്ഷനും ഇല്ലാതെ വണ്ടർഫുള്ളായിട്ട് നമ്മളുടെ സെയിൽസ് പേഴ്സൺസ് കോൺഫിഡൻസോടുകൂടി സെൽഫ് ബിലീഫോടുകൂടി മോട്ടിവേഷനോടുകൂടി സെല്ല് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓൾവേസ് ആസ്ക് ഫോർ ദ ഓർഡർ. എങ്ങനെ ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറുടെ അടുത്ത് ഓർഡർ ചോദിക്കണം? അടുത്ത ടോപ്പിക്കിൽ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.